എഡ്യൂകേസ്റ്റ് അക്കാദമിയുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. PSCയുടെ വരുന്ന പരീക്ഷകളിൽ പ്രതീക്ഷിക്കാവുന്ന പ്രധാനപ്പെട്ട 100 ചോദ്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ. ചോദ്യങ്ങളിലേക്ക് കിടക്കാം. മണ്ണ് രൂപം കൊള്ളുന്ന പ്രക്രിയ അറിയപ്പെടുന്നത് പെഡോജെനിസിസ്. പെഡോജെനിസിസ് എന്നാണ് മണ്ണ് രൂപം കൊള്ളുന്ന പ്രക്രിയ അറിയപ്പെടുന്നത്. താജ്മഹൽ ലോക പൈതൃക പട്ടികയിൽ ഇടം പിടിച്ച വർഷം. താജ്മഹൽ ലോക പൈതൃക പട്ടികയിൽ ഇടം പിടിച്ച വർഷം 1983. 1983 താജ്മഹൽ ലോക പൈതൃക പട്ടികയിൽ ഇടം പിടിച്ചത്. സമുദ്ര പഠനങ്ങൾക്കായി ഇന്ത്യ വിക്ഷേപിച്ച ഉപഗ്രഹം. സമുദ്ര പഠനങ്ങൾക്കായി ഇന്ത്യ വിക്ഷേപിച്ച ഉപഗ്രഹം ഓഷ്യൻസാറ്റ്. ഓഷ്യൻസാറ്റ് എന്ന ഉപഗ്രഹമായിരുന്നു സമുദ്ര പഠനങ്ങൾക്കായി ഇന്ത്യ വിക്ഷേപിച്ച ഉപഗ്രഹം. പ്ലാസ്റ്റിക് ഗേൾ എന്നറിയപ്പെടുന്ന കായിക താരം. പ്ലാസ്റ്റിക് ഗേൾ എന്നറിയപ്പെടുന്ന കായിക താരം നദിയ കോംനച്ച്. നദിയ കോംനച്ച് ആണ് പ്ലാസ്റ്റിക് ഗേൾ എന്നറിയപ്പെടുന്ന കായിക താരം. വെള്ളപ്പൊന്ന് എന്നറിയപ്പെടുന്ന ലോഹം. വെള്ളപ്പൊന്ന് എന്നറിയപ്പെടുന്ന ലോഹം പ്ലാറ്റിനം. പ്ലാറ്റിനമാണ് വെള്ളപ്പൊന്ന് എന്നറിയപ്പെടുന്ന ലോഹം. തിരുവിതാംകൂർ രാജവംശത്തിൻ്റെ പഴയ പേര്. തിരുവിതാംകൂർ രാജവംശത്തിൻ്റെ പഴയ പേര് തൃപ്പാപ്പൂർ സ്വരൂപം. തൃപ്പാപ്പൂർ സ്വരൂപം എന്നതായിരുന്നു തിരുവിതാംകൂർ രാജവംശത്തിൻ്റെ പഴയ പേര്. ലെസ്സർ ഹിമാലയ എന്നറിയപ്പെടുന്ന പർവ്വതനിര. ലെസ്സർ ഹിമാലയ എന്നറിയപ്പെടുന്ന പർവ്വതനിര ഹിമാചൽ. ഹിമാചലാണ് ലെസ്സർ ഹിമാലയ എന്നറിയപ്പെടുന്ന പർവ്വതനിര. മലയാള സിനിമയുടെ പിതാവ് എന്നറിയപ്പെടുന്നത്. മലയാള സിനിമയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് JC ഡാനിയേൽ. JC ഡാനിയേലാണ് മലയാള സിനിമയുടെ പിതാവ് എന്നറിയപ്പെടുന്നത്. 3 വട്ടമേശ സമ്മേളനങ്ങളിലും പങ്കെടുത്ത ദേശീയ നേതാവ്. 3 വട്ടമേശ സമ്മേളനങ്ങളിലും പങ്കെടുത്ത ദേശീയ നേതാവ് BR അംബേദ്കർ. BR അംബേദ്കർ ആയിരുന്നു 3 വട്ടമേശ സമ്മേളനങ്ങളിലും പങ്കെടുത്ത ദേശീയ നേതാവ്. ഇന്ത്യയിൽ നിന്നും ബുക്കർ സമ്മാനം നേടിയ ആദ്യ വ്യക്തി. ഇന്ത്യയിൽ നിന്നും ബുക്കർ സമ്മാനം നേടിയ ആദ്യ വ്യക്തിയാണ് അരുന്ധതി റോയ്. അരുന്ധതി റോയ് ആണ് ഇന്ത്യയിൽ നിന്നും ബുക്കർ സമ്മാനം നേടിയ ആദ്യ വ്യക്തി. കേരളം ദൈവത്തിൻ്റെ സ്വന്തം നാട് എന്ന പരസ്യവാചകത്തിൻ്റെ ഉപജ്ഞാതാവ്. കേരളം ദൈവത്തിൻ്റെ സ്വന്തം നാട് എന്ന പരസ്യവാചകത്തിൻ്റെ ഉപജ്ഞാതാവ് വാൾട്ടർ മെൻഡസ്. വാൾട്ടർ മെൻഡസ് ആണ് കേരളം ദൈവത്തിൻ്റെ സ്വന്തം നാട് എന്ന പരസ്യവാചകത്തിൻ്റെ ഉപജ്ഞാതാവ്. മലയാളം സർവകലാശാല ആരുടെ പേരിലാണ് നാമകരണം ചെയ്തിരിക്കുന്നത്? മലയാളം സർവകലാശാല ആരുടെ പേരിലാണ് നാമകരണം ചെയ്തിരിക്കുന്നത്? തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛൻ. തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛൻ്റെ പേരിലാണ് മലയാളം സർവകലാശാല നാമകരണം ചെയ്തിരിക്കുന്നത്. ഭാരത കേസരി എന്നറിയപ്പെടുന്നത്. ഭാരത കേസരി എന്നറിയപ്പെടുന്നത് മന്നത്ത് പത്മനാഭൻ. മന്നത്ത് പത്മനാഭനാണ് ഭാരത കേസരി എന്നറിയപ്പെടുന്നത്. ആസ്കോർബിക് ആസിഡ് എന്നറിയപ്പെടുന്നത്. ആസ്കോർബിക് ആസിഡ് എന്നറിയപ്പെടുന്നത് വിറ്റാമിൻ സി. വിറ്റാമിൻ സി ആണ് ആസ്കോർബിക് ആസിഡ് എന്നറിയപ്പെടുന്നത്. സയനോകോബാലമിൻ എന്നത് ഏത് വിറ്റാമിൻ്റെ രാസനാമമാണ്? സയനോകോബാലമിൻ എന്നത് ഏത് വിറ്റാമിൻ്റെ രാസനാമമാണ്? വിറ്റാമിൻ B12. വിറ്റാമിൻ B12ൻ്റെ രാസനാമമാണ് സയനോകോബാലമിൻ. കേരള സൂർദാസ് എന്നറിയപ്പെടുന്നത്. കേരള സൂർദാസ് എന്നറിയപ്പെടുന്നത് പൂന്താനം. പൂന്താനമാണ് കേരള സൂർദാസ് എന്നറിയപ്പെടുന്നത്. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ്
സോയിൽ സയൻസ് സ്ഥിതി ചെയ്യുന്നത് എവിടെ? ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സോയിൽ സയൻസ് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഭോപ്പാൽ. ഭോപ്പാലിലാണ് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സോയിൽ സയൻസ് സ്ഥിതി ചെയ്യുന്നത്. കേരള പാണിനി എന്നറിയപ്പെടുന്നത് AR രാജരാജവർമ്മ. AR രാജരാജവർമ്മയാണ് കേരള പാണിനി എന്നറിയപ്പെടുന്നത്. വിദ്യുത് പ്രതിരോധം ഏറ്റവും കുറഞ്ഞ ലോഹം. വിദ്യുത് പ്രതിരോധം ഏറ്റവും കുറഞ്ഞ ലോഹം വെള്ളി. വെള്ളിയാണ് വിദ്യുത് പ്രതിരോധം ഏറ്റവും കുറഞ്ഞ ലോഹം. അഭിനവ ഭോജൻ എന്നറിയപ്പെട്ടത് കൃഷ്ണദേവരായർ. കൃഷ്ണദേവരായരാണ് അഭിനവ ഭോജൻ എന്നറിയപ്പെട്ടത്. ഒരു പദാർത്ഥം കത്തുമ്പോൾ നടക്കുന്ന പ്രവർത്തനമാണ് ഓക്സീകരണം. ഓക്സീകരണം എന്ന പ്രവർത്തനമാണ് ഒരു പദാർത്ഥം കത്തുമ്പോൾ നടക്കുന്ന പ്രവർത്തനം. റിക്ടർ സ്കെയിൽ അളക്കുന്നത് ഭൂകമ്പം. റിക്ടർ സ്കെയിലിൽ അളക്കുന്നത് ഭൂകമ്പത്തെയാണ്. ഫുൾ വൈഫൈ സോൺ നടപ്പാക്കിയ ആദ്യ മുനിസിപ്പാലിറ്റി. ഫുൾ വൈഫൈ സോൺ നടപ്പിലാക്കിയ ആദ്യ മുനിസിപ്പാലിറ്റിയാണ് മലപ്പുറം. മലപ്പുറം മുനിസിപ്പാലിറ്റിയാണ് ഫുൾ വൈഫൈ സോൺ നടപ്പിലാക്കിയ മുനിസിപ്പാലിറ്റി. വയലാർ അവാർഡ് ആരംഭിച്ച വർഷം. 1977. 1977 വയലാർ അവാർഡ് ആരംഭിച്ചത്. 90-ാം ആണ്ട് സമരത്തിന് നേതൃത്വം നൽകിയത്. 90-ാം ആണ്ട് സമരത്തിന് നേതൃത്വം നൽകിയത് അയ്യങ്കാളി. അയ്യങ്കാളിയായിരുന്നു 90-ാം ആണ്ട് സമരത്തിന് നേതൃത്വം നൽകിയത്. വൈക്കം സത്യാഗ്രഹ കമ്മിറ്റിയോടനുബന്ധിച്ചുള്ള ഐത്തോച്ചാടന കമ്മിറ്റിയുടെ അധ്യക്ഷനായിരുന്നത്. വൈക്കം സത്യാഗ്രഹ കമ്മിറ്റിയോടനുബന്ധിച്ചുള്ള ഐത്തോച്ചാടന കമ്മിറ്റിയുടെ അധ്യക്ഷനായിരുന്നത് കെ കേളപ്പൻ. കെ കേളപ്പനായിരുന്നു വൈക്കം സത്യാഗ്രഹ കമ്മിറ്റിയോടനുബന്ധിച്ചുള്ള ഐത്തോച്ചാടന കമ്മിറ്റിയുടെ അധ്യക്ഷൻ ആയിരുന്നത്. 90-ാം ആണ്ട് സമരത്തിൻ്റെ മറ്റൊരു പേര് ഊരൂട്ടമ്പലം ലഹള. ഊരൂട്ടമ്പലം ലഹള എന്നതായിരുന്നു 90-ാം ആണ്ട് സമരത്തിൻ്റെ മറ്റൊരു പേര്. പേട്രിയറ്റ് സെയിന്റ് ഓഫ് ഇന്ത്യ എന്ന് വിശേഷിപ്പിക്കപ്പെട്ടത്. പേട്രിയറ്റ് സെയിന്റ് ഓഫ് ഇന്ത്യ എന്ന് വിശേഷിപ്പിക്കപ്പെട്ടത് സ്വാമി വിവേകാനന്ദൻ. സ്വാമി വിവേകാനന്ദനായിരുന്നു പേട്രിയറ്റ് സെയിന്റ് ഓഫ് ഇന്ത്യ എന്ന് വിശേഷിപ്പിക്കപ്പെട്ടത്. വേനൽക്കാലത്ത് ഉത്തരേന്ത്യൻ സമതലങ്ങളിൽ വീശുന്ന ഉഷ്ണക്കാറ്റ്. വേനൽക്കാലത്ത് ഉത്തരേന്ത്യൻ സമതലങ്ങളിൽ വീശുന്ന ഉഷ്ണക്കാറ്റിൻ്റെ പേരാണ് ലൂ. ലൂ എന്ന ഉഷ്ണക്കാറ്റാണ് വേനൽക്കാലത്ത് ഉത്തരേന്ത്യൻ സമതലങ്ങളിൽ വീശുന്ന ഉഷ്ണക്കാറ്റ്. ഭരണഘടനാ നിർമ്മാണ സഭയിൽ തിരുവിതാംകൂറിനെ പ്രതിനിധാനം ചെയ്ത വനിത. ഭരണഘടനാ നിർമ്മാണ സഭയിൽ തിരുവിതാംകൂറിനെ പ്രതിനിധാനം ചെയ്ത വനിതയാണ് ആനി മസ്ക്രീൻ. ആനി മസ്ക്രീൻ ആയിരുന്നു ഭരണഘടനാ നിർമ്മാണ സഭയിൽ തിരുവിതാംകൂറിനെ പ്രതിനിധാനം ചെയ്ത വനിത. ധ്രുവചരിതം രചിച്ചതാര്? ധ്രുവചരിതം രചിച്ചത് പണ്ഡിറ്റ് കറുപ്പൻ. പണ്ഡിറ്റ് കറുപ്പൻ്റെ രചനയാണ് ധ്രുവചരിതം. ഇന്ത്യയിൽ നിയമദിനം ആചരിക്കുന്നത് എന്നാണ്? ഇന്ത്യയിൽ നിയമദിനം ആചരിക്കുന്നത് എന്നാണ്? നവംബർ 26. നവംബർ 26 ഇന്ത്യയിൽ നിയമദിനമായി ആചരിക്കുന്നത്. മലബാർ കലാപം നടന്ന വർഷം. മലബാർ കലാപം നടന്ന വർഷം 1921. 1921 മലബാർ കലാപം നടന്നത്. ദ്രാവകങ്ങൾ അത് സ്ഥിതി ചെയ്യുന്ന പാത്രത്തിൻ്റെ എല്ലാ വശങ്ങളിലേക്കും ഡാഷ് പ്രയോഗിക്കുന്നു. ദ്രാവകങ്ങൾ അത് സ്ഥിതി ചെയ്യുന്ന പാത്രത്തിൻ്റെ എല്ലാ വശങ്ങളിലേക്കും
ഡാഷ് പ്രയോഗിക്കുന്നു, ബലം. ദ്രാവകങ്ങൾ അത് സ്ഥിതി ചെയ്യുന്ന പാത്രത്തിൻ്റെ എല്ലാ വശങ്ങളിലേക്കും അതിൻ്റെ ബലമാണ് പ്രയോഗിക്കുന്നത്. റോഡിലെ മഞ്ഞുരുക്കി മാറ്റാൻ ഉപയോഗിക്കുന്നത്. റോഡിലെ മഞ്ഞുരുക്കി മാറ്റാൻ ഉപയോഗിക്കുന്നത് ഉപ്പ്, സോഡിയം ക്ലോറൈഡ്. ഉപ്പാണ് റോഡിലെ മഞ്ഞുരുക്കി മാറ്റാനായി ഉപയോഗിക്കുന്നത്. അഗ്നിശമനികളിൽ ഫോമിംഗ് ഏജൻ്റായും വസ്ത്രങ്ങളിലെ ഗ്രീസ് പോലുള്ള കറകൾ കളയാനും ഉപയോഗിക്കുന്ന ഒരു അലൂമിനിയം സംയുക്തം. അഗ്നിശമനികളിൽ ഫോമിംഗ് ഏജൻ്റായും വസ്ത്രങ്ങളിലെ ഗ്രീസ് പോലുള്ള കറകൾ കളയാനും ഉപയോഗിക്കുന്ന ഒരു അലൂമിനിയം സംയുക്തമാണ് അലൂമിനിയം ഹൈഡ്രോക്സൈഡ്. അലൂമിനിയം ഹൈഡ്രോക്സൈഡ് ആണ് അഗ്നിശമനികളിൽ ഫോമിംഗ് ഏജൻ്റായും വസ്ത്രങ്ങളിലെ ഗ്രീസ് പോലുള്ള കറകൾ കളയാനും ഉപയോഗിക്കുന്ന ഒരു അലൂമിനിയം സംയുക്തം. കണ്ടൽ വനങ്ങളുടെ വളർച്ചയ്ക്ക് ഏറ്റവും അനുയോജ്യമായ മണ്ണിനം. കണ്ടൽ വനങ്ങളുടെ വളർച്ചയ്ക്ക് ഏറ്റവും അനുയോജ്യമായ മണ്ണിനമേത്? പീറ്റ് മണ്ണ്. പീറ്റ് മണ്ണാണ് കണ്ടൽ വനങ്ങളുടെ വളർച്ചയ്ക്ക് ഏറ്റവും അനുയോജ്യമായ മണ്ണിനം. രാജീവ് ഗാന്ധി ഖേൽ രത്ന അവാർഡ് നേടിയ ആദ്യ മലയാളി കായിക താരം. രാജീവ് ഗാന്ധി ഖേൽ രത്ന അവാർഡ് നേടിയ ആദ്യ മലയാളി കായിക താരമാണ് KM ബീനാമോൾ. KM ബീനാമോളാണ് രാജീവ് ഗാന്ധി ഖേൽ രത്ന അവാർഡ് നേടിയ ആദ്യ മലയാളി കായിക താരം. കണ ഏത് ശരീരഭാഗത്തെ ബാധിക്കുന്ന രോഗമാണ്? കണ ഏത് ശരീരഭാഗത്തെ ബാധിക്കുന്ന രോഗമാണ്? അസ്ഥി. അസ്ഥിയെ ബാധിക്കുന്ന ഒരു രോഗമാണ് കണ. 20-ാം നൂറ്റാണ്ടിൻ്റെ ഇതിഹാസം എന്ന കൃതി ആരുടേതാണ്? 20-ാം നൂറ്റാണ്ടിൻ്റെ ഇതിഹാസം എന്ന കൃതി ആരുടെയാണ്? അക്കിത്തം അച്യുതൻ നമ്പൂതിരി. അക്കിത്തം അച്യുതൻ നമ്പൂതിരിയുടെ രചനയാണ് 20-ാം നൂറ്റാണ്ടിൻ്റെ ഇതിഹാസം. ഏത് മൂലകത്തിൻ്റെ അറ്റോമിക് നമ്പറാണ് 100? ഏത് മൂലകത്തിൻ്റെ അറ്റോമിക് നമ്പറാണ് 100? ഫെർമിയം. ഫെർമിയം എന്ന മൂലകത്തിൻ്റെ അറ്റോമിക് നമ്പറാണ് 100. ബ്ലാക്ക് ലെഡ് എന്നറിയപ്പെടുന്നത്. ബ്ലാക്ക് ലെഡ് എന്നറിയപ്പെടുന്നത് ഗ്രാഫൈറ്റ്. ഗ്രാഫൈറ്റ് ആണ് ബ്ലാക്ക് ലെഡ് എന്നറിയപ്പെടുന്നത്. 1.25 കോടി മലയാളികൾ എന്ന ഗ്രന്ഥത്തിൻ്റെ കർത്താവ്. 1.25 കോടി മലയാളികൾ എന്ന ഗ്രന്ഥത്തിൻ്റെ കർത്താവ് EMS നമ്പൂതിരിപ്പാട്. EMS നമ്പൂതിരിപ്പാടിൻ്റെ രചനയാണ് 1.25 കോടി മലയാളികൾ എന്ന ഗ്രന്ഥം. കള്ള് പുളിക്കുമ്പോൾ പതഞ്ഞു പൊങ്ങുന്ന വാതകം. കള്ള് പുളിക്കുമ്പോൾ പതഞ്ഞു പൊങ്ങുന്ന വാതകമാണ് കാർബൺ ഡൈ ഓക്സൈഡ്. കാർബൺ ഡൈ ഓക്സൈഡാണ് കള്ള് പുളിക്കുമ്പോൾ പതഞ്ഞു പൊങ്ങുന്ന വാതകം. ലോക അൽഷിമേഴ്സ് ദിനം എന്നാണ്? ലോക അൽഷിമേഴ്സ് ദിനം സെപ്റ്റംബർ 21. സെപ്റ്റംബർ 21-നാണ് ലോക അൽഷിമേഴ്സ് ദിനം. സൈലന്റ് വാലിയെ ലോകത്തിന് പരിചയപ്പെടുത്തിയത് ആരായിരുന്നു? സൈലന്റ് വാലിയെ ലോകത്തിന് പരിചയപ്പെടുത്തിയത് റോബർട്ട് റൈറ്റ്. റോബർട്ട് റൈറ്റാണ് സൈലന്റ് വാലിയെ ലോകത്തിന് പരിചയപ്പെടുത്തിയത്. ആസൂത്രണ കമ്മീഷനിൽ അംഗമായ ആദ്യ വനിത. ആസൂത്രണ കമ്മീഷനിൽ അംഗമായ ആദ്യ വനിത ദുർഗാഭായ് ദേശ്മുഖ്. ദുർഗാഭായ് ദേശ്മുഖ് ആയിരുന്നു ആസൂത്രണ കമ്മീഷനിൽ അംഗമായ ആദ്യ വനിത. ഷൺമുഖദാസൻ എന്നറിയപ്പെട്ട നവോത്ഥാന നായകൻ. ഷൺമുഖദാസൻ എന്നറിയപ്പെട്ട നവോത്ഥാന നായകനാണ് ചട്ടമ്പി സ്വാമികൾ. ചട്ടമ്പി സ്വാമികളാണ് ഷൺമുഖദാസൻ എന്നറിയപ്പെട്ട നവോത്ഥാന നായകൻ. നമ്പൂതിരി സമുദായത്തിലെ സ്ത്രീകളുടെ പ്രശ്നങ്ങൾ ചിത്രീകരിക്കുന്ന MR ഭട്ടതിരിപ്പാടിൻ്റെ നാടകം. നമ്പൂതിരി സമുദായത്തിലെ സ്ത്രീകളുടെ പ്രശ്നങ്ങൾ ചിത്രീകരിക്കുന്ന MR ഭട്ടതിരിപ്പാടിൻ്റെ നാടകം മറക്കുടയ്ക്കുള്ളിലെ മഹാനരകം. മറക്കുടയ്ക്കുള്ളിലെ മഹാനരകം എന്ന നാടകമാണ് നമ്പൂതിരി സമുദായത്തിലെ സ്ത്രീകളുടെ പ്രശ്നങ്ങൾ ചിത്രീകരിക്കുന്ന MR ഭട്ടതിരിപ്പാടിൻ്റെ നാടകം. ക്ലോറോഫില്ലിൽ അടങ്ങിയിരിക്കുന്ന ലോഹം.
ക്ലോറോഫില്ലിൽ അടങ്ങിയിരിക്കുന്ന ലോഹം മഗ്നീഷ്യം. മഗ്നീഷ്യമാണ് ക്ലോറോഫില്ലിൽ അടങ്ങിയിരിക്കുന്ന ലോഹം. കരിമ്പിൽ നിന്ന് കിട്ടുന്ന പഞ്ചസാര. കരിമ്പിൽ നിന്ന് കിട്ടുന്ന പഞ്ചസാരയാണ് സുക്രോസ്. സുക്രോസ് എന്ന പഞ്ചസാരയാണ് കരിമ്പിൽ നിന്ന് കിട്ടുന്ന പഞ്ചസാര. EMS മന്ത്രിസഭയുടെ കാലത്ത് നിയമസഭയിൽ ഭൂപരിഷ്കരണ ബിൽ കൊണ്ടുവന്ന റവന്യൂ മന്ത്രി. EMS മന്ത്രിസഭയുടെ കാലത്ത് നിയമസഭയിൽ ഭൂപരിഷ്കരണ ബിൽ കൊണ്ടുവന്ന റവന്യൂ മന്ത്രി KR ഗൗരിയമ്മ. KR ഗൗരിയമ്മയായിരുന്നു EMS മന്ത്രിസഭയുടെ കാലത്ത് നിയമസഭയിൽ ഭൂപരിഷ്കരണ ബിൽ കൊണ്ടുവന്ന റവന്യൂ മന്ത്രി. സമ്പൂർണ്ണദേവൻ എന്നറിയപ്പെട്ട സാമൂഹിക പരിഷ്കർത്താവ്. സമ്പൂർണ്ണദേവൻ എന്നറിയപ്പെട്ട സാമൂഹിക പരിഷ്കർത്താവ് വൈകുണ്ഠസ്വാമികൾ. വൈകുണ്ഠസ്വാമികളാണ് സമ്പൂർണ്ണദേവൻ എന്നറിയപ്പെട്ട സാമൂഹിക പരിഷ്കർത്താവ്. ഗരംപാനി വന്യജീവി സങ്കേതം ഏത് സംസ്ഥാനത്താണ്? ഗരംപാനി വന്യജീവി സങ്കേതം ഏത് സംസ്ഥാനത്താണ്? അസം. അസമിലാണ് ഗരംപാനി വന്യജീവി സങ്കേതം സ്ഥിതി ചെയ്യുന്നത്. സസ്യങ്ങളുടെ ഗന്ധം, പൂമ്പൊടി എന്നിവയിൽ നിന്നുണ്ടാകുന്ന അലർജി. സസ്യങ്ങളുടെ ഗന്ധം, പൂമ്പൊടി എന്നിവയിൽ നിന്നുണ്ടാകുന്ന അലർജിയുടെ പേര് ഹേ ഫീവർ. ഹേ ഫീവറാണ് സസ്യങ്ങളുടെ ഗന്ധം, പൂമ്പൊടി എന്നിവയിൽ നിന്നുണ്ടാകുന്ന അലർജി. സാധുജന പരിപാലന സംഘത്തിൻ്റെ പേര് പുലയ മഹാസഭ എന്നാക്കിയ വർഷം. സാധുജന പരിപാലന സംഘത്തിൻ്റെ പേര് പുലയ മഹാസഭ എന്നാക്കിയ വർഷം 1938. 1938 സാധുജന പരിപാലന സംഘത്തിൻ്റെ പേര് പുലയ മഹാസഭ എന്നാക്കിയത്. ഗാന്ധിയും ശാസ്ത്രവ്യാഖ്യാനവും രചിച്ചത്. ഗാന്ധിയും ശാസ്ത്രവ്യാഖ്യാനവും രചിച്ചത് വാഗ്ഭടാനന്ദൻ. വാഗ്ഭടാനന്ദൻ്റെ രചനയാണ് ഗാന്ധിജിയും ശാസ്ത്രവ്യാഖ്യാനവും. തിരുവിതാംകൂറിൽ അയിത്ത ജാതിക്കാർക്കായി ആദ്യത്തെ ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ ആരംഭിച്ചത്. തിരുവിതാംകൂറിൽ അയിത്ത ജാതിക്കാർക്കായി ആദ്യത്തെ ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ ആരംഭിച്ചത് പൊയ്കേൽ യോഹന്നാൻ. പൊയ്കേൽ യോഹന്നാൻ ആയിരുന്നു തിരുവിതാംകൂറിൽ അയിത്ത ജാതിക്കാർക്കായി ആദ്യത്തെ ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ ആരംഭിച്ചത്. തിരുവിതാംകൂറിൽ ആദ്യമായി പന്തിഭോജനം അവതരിപ്പിച്ചത്. തിരുവിതാംകൂറിൽ ആദ്യമായി പന്തിഭോജനം അവതരിപ്പിച്ചത് തൈക്കാട് അയ്യ. തൈക്കാട് അയ്യാവായിരുന്നു തിരുവിതാംകൂറിൽ ആദ്യമായി പന്തിഭോജനം അവതരിപ്പിച്ചത്. ധൻരാജ് പിള്ള ഏത് കളിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ധൻരാജ് പിള്ള ഏത് കളിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഹോക്കി. ഹോക്കി കളിയുമായിട്ടാണ് ധൻരാജ് പിള്ള ബന്ധപ്പെട്ടിരിക്കുന്നത്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സ്ഥാപിച്ചത്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സ്ഥാപിച്ചത് A.O. ഹ്യൂം. A.O. ഹ്യൂമാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സ്ഥാപിച്ചത്. ശാസ്താംകോട്ട തടാകം ഏത് ജില്ലയിൽ? ശാസ്താംകോട്ട തടാകം ഏത് ജില്ലയിലാണ്? കൊല്ലം. കൊല്ലം ജില്ലയിലാണ് ശാസ്താംകോട്ട തടാകം സ്ഥിതി ചെയ്യുന്നത്. കുഷ്ഠരോഗമുണ്ടാക്കുന്ന അണു. കുഷ്ഠരോഗമുണ്ടാക്കുന്ന അണുവാണ് മൈക്രോ ബാക്ടീരിയം ലെപ്രെ. മൈക്രോ ബാക്ടീരിയം ലെപ്രെ എന്ന അണുവാണ് കുഷ്ഠരോഗമുണ്ടാക്കുന്ന അണു. കണ്ണിൻ്റെ ശരിയായ പ്രവർത്തനത്തിന് ആവശ്യമായ വിറ്റാമിൻ. കണ്ണിൻ്റെ ശരിയായ പ്രവർത്തനത്തിന് ആവശ്യമായ വിറ്റാമിനാണ് വിറ്റാമിൻ എ. വിറ്റാമിൻ എ ആണ് കണ്ണിൻ്റെ ശരിയായ പ്രവർത്തനത്തിന് ആവശ്യമായ വിറ്റാമിൻ. നാരങ്ങയിലും ഓറഞ്ചിലും അടങ്ങിയിരിക്കുന്ന അമ്ലം. നാരങ്ങയിലും ഓറഞ്ചിലും അടങ്ങിയിരിക്കുന്ന അമ്ലം സിട്രിക് അമ്ലം. സിട്രിക് അമ്ലമാണ് നാരങ്ങയിലും ഓറഞ്ചിലും അടങ്ങിയിരിക്കുന്ന അമ്ലം. രക്തസമ്മർദ്ദം അളക്കുന്ന ഉപകരണം. രക്തസമ്മർദ്ദം അളക്കുന്ന ഉപകരണം സ്ഫിഗ്മോമാനോമീറ്റർ. സ്ഫിഗ്മോമാനോമീറ്റർ ആണ് രക്തസമ്മർദ്ദം അളക്കുന്ന ഉപകരണം. വൈദ്യുതിയുടെ വാണിജ്യ ഏകകം. വൈദ്യുതിയുടെ വാണിജ്യ ഏകകം കിലോ വാട്ട് അവർ. കിലോ വാട്ട് അവർ ആണ്
വൈദ്യുതിയുടെ വാണിജ്യ ഏകകം. നൊബേൽ സമ്മാനം നേടിയ ആദ്യത്തെ ഭാരതീയൻ. നൊബേൽ സമ്മാനം നേടിയ ആദ്യത്തെ ഭാരതീയനാണ് രവീന്ദ്രനാഥ് ടാഗോർ. രവീന്ദ്രനാഥ് ടാഗോറാണ് നൊബേൽ സമ്മാനം നേടിയ ആദ്യത്തെ ഭാരതീയൻ. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ആസ്ട്രോഫിസിക്സ് എവിടെയാണ്? ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ആസ്ട്രോഫിസിക്സ് എവിടെയാണ്? ബാംഗ്ലൂർ. ബാംഗ്ലൂരിലാണ് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ആസ്ട്രോഫിസിക്സ് സ്ഥിതി ചെയ്യുന്നത്. ബൊട്ടാണിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ ആസ്ഥാനം. ബൊട്ടാണിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ ആസ്ഥാനം കൊൽക്കത്ത. കൊൽക്കത്തയിലാണ് ബൊട്ടാണിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ ആസ്ഥാനം. പ്രഭാത നക്ഷത്രം എന്നറിയപ്പെടുന്നത്. പ്രഭാത നക്ഷത്രം എന്നറിയപ്പെടുന്നത് ശുക്രൻ. ശുക്രനാണ് പ്രഭാത നക്ഷത്രം എന്നറിയപ്പെടുന്നത്. ഈർപ്പം അളക്കുന്നതിനുള്ള ഉപകരണം. ഈർപ്പം അളക്കുന്നതിനുള്ള ഉപകരണം ഹൈഗ്രോമീറ്റർ. ഹൈഗ്രോമീറ്ററാണ് ഈർപ്പം അളക്കുന്നതിനുള്ള ഉപകരണം. ലോക സമാധാന ദിനം. എന്നാണ് ലോക സമാധാന ദിനം? സെപ്റ്റംബർ 21. സെപ്റ്റംബർ 21-നാണ് ലോക സമാധാന ദിനം. ഭാഷാടിസ്ഥാനത്തിലുള്ള സംസ്ഥാന പുനഃസംഘടന പരിശോധിക്കുന്നതിന് കേന്ദ്ര സർക്കാർ 1948 നിയോഗിച്ച കമ്മിറ്റി. ഭാഷാടിസ്ഥാനത്തിലുള്ള സംസ്ഥാന പുനഃസംഘടന പരിശോധിക്കുന്നതിന് കേന്ദ്ര സർക്കാർ 1948 നിയോഗിച്ച കമ്മിറ്റി SK ധർ കമ്മിറ്റി. SK ധർ കമ്മിറ്റിയാണ് ഭാഷാടിസ്ഥാനത്തിലുള്ള സംസ്ഥാന പുനഃസംഘടന പരിശോധിക്കുന്നതിന് കേന്ദ്ര സർക്കാർ 1948 നിയോഗിച്ച കമ്മിറ്റി. സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ ഗവർണർ ജനറൽ. സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ ഗവർണർ ജനറലാണ് മൗണ്ട് ബാറ്റൻ പ്രഭു. മൗണ്ട് ബാറ്റൻ പ്രഭുവാണ് സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ ഗവർണർ ജനറൽ. ക്വിറ്റ് ഇന്ത്യ പ്രസ്ഥാനം നടന്ന വർഷം. ക്വിറ്റ് ഇന്ത്യ പ്രസ്ഥാനം നടന്ന വർഷം 1942. 1942 ക്വിറ്റ് ഇന്ത്യ പ്രസ്ഥാനം നടന്നത്. കേരളത്തിലെ ആദ്യ ഗവർണർ. കേരളത്തിലെ ആദ്യ ഗവർണർ ബി രാമകൃഷ്ണ റാവു. ബി രാമകൃഷ്ണ റാവു ആയിരുന്നു കേരളത്തിലെ ആദ്യത്തെ ഗവർണർ. വേഴ്സൈൽസ് ഉടമ്പടി ഒപ്പുവെച്ച വർഷം. വേഴ്സൈൽസ് ഉടമ്പടി ഒപ്പുവെച്ച വർഷം 1919. 1919 വേഴ്സൈൽസ് ഉടമ്പടി ഒപ്പുവെച്ചത്. അന്താരാഷ്ട്ര നീതിന്യായ കോടതിയുടെ ആസ്ഥാനം എവിടെയാണ്? അന്താരാഷ്ട്ര നീതിന്യായ കോടതിയുടെ ആസ്ഥാനം ഹേഗ്. ഹേഗിലാണ് അന്താരാഷ്ട്ര നീതിന്യായ കോടതിയുടെ ആസ്ഥാനം. ബംഗാളിൻ്റെ ദുഃഖം എന്നറിയപ്പെടുന്ന നദി. ബംഗാളിൻ്റെ ദുഃഖം എന്നറിയപ്പെടുന്ന നദി ദാമോദർ. ദാമോദർ നദിയാണ് ബംഗാളിൻ്റെ ദുഃഖം എന്നറിയപ്പെടുന്ന നദി. ഭരണഘടനാ നിർമ്മാണ സഭയിലെ കമ്മിറ്റികളുടെ എണ്ണം. ഭരണഘടനാ നിർമ്മാണ സഭയിലെ കമ്മിറ്റികളുടെ എണ്ണം 22. ഭരണഘടനാ നിർമ്മാണ സഭയിൽ 22 കമ്മിറ്റികളാണ് ഉണ്ടായിരുന്നത്. ഭാരത സർക്കാരിൻ്റെ മുഖ്യ നിയമോപദേഷ്ടാവ് എന്നറിയപ്പെടുന്നത്. ഭാരത സർക്കാരിൻ്റെ മുഖ്യ നിയമോപദേഷ്ടാവ് എന്നറിയപ്പെടുന്നത് അറ്റോർണി ജനറൽ. അറ്റോർണി ജനറലാണ് ഭാരത സർക്കാരിൻ്റെ മുഖ്യ നിയമോപദേഷ്ടാവ് എന്നറിയപ്പെടുന്നത്. ഗാന്ധിജിയുടെ ജനനം എന്നാണ്? ഗാന്ധിജിയുടെ ജനനം എന്നാണ് 1869 ഒക്ടോബർ 2. 1869 ഒക്ടോബർ 2 ഗാന്ധിജി ജനിച്ചത്. ഇന്ത്യൻ ഭരണഘടനയുടെ ആദ്യ ഭേദഗതി നിലവിൽ വന്ന തീയതി. ഇന്ത്യൻ ഭരണഘടനയുടെ ആദ്യ ഭേദഗതി നിലവിൽ വന്ന തീയതി 1951 ജൂൺ 18. 1951 ജൂൺ 18 ഇന്ത്യൻ ഭരണഘടനയുടെ ആദ്യ ഭേദഗതി നിലവിൽ വന്നത്. ഇന്ത്യയുടെ ദേശീയ ചിഹ്നം. ഇന്ത്യയുടെ ദേശീയ ചിഹ്നം
അശോകസ്തംഭം. അശോകസ്തംഭമാണ് ഇന്ത്യയുടെ ദേശീയ ചിഹ്നം. കേരളത്തിലെ ഏറ്റവും വലിയ ഗ്രാവിറ്റി ഡാം. കേരളത്തിലെ ഏറ്റവും വലിയ ഗ്രാവിറ്റി ഡാമാണ് ചെറുതോണി. ചെറുതോണി ഡാമാണ് കേരളത്തിലെ ഏറ്റവും വലിയ ഗ്രാവിറ്റി ഡാം. അന്തർദേശീയ രസതന്ത്ര വർഷമായി ആചരിച്ചത്. അന്തർദേശീയ രസതന്ത്ര വർഷമായി ആചരിച്ചത് 2011. 2011 അന്തർദേശീയ രസതന്ത്ര വർഷമായി ആചരിച്ചത്. ഭൂകമ്പ തരംഗങ്ങളുടെ തീവ്രത അളക്കുന്ന ഉപകരണം. ഭൂകമ്പ തരംഗങ്ങളുടെ തീവ്രത അളക്കുന്ന ഉപകരണം സീസ്മോഗ്രാഫ്. സീസ്മോഗ്രാഫാണ് ഭൂകമ്പ തരംഗങ്ങളുടെ തീവ്രത അളക്കുന്ന ഉപകരണം. നാഷണൽ ഡയറി റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് എവിടെയാണ്? നാഷണൽ ഡയറി റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് എവിടെയാണ്? കർണാൽ. കർണാലിലാണ് നാഷണൽ ഡയറി റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്നത്. ഇന്ത്യയിലെ ഏറ്റവും വലിയ പൊതുമേഖലാ സ്ഥാപനം. ഇന്ത്യയിലെ ഏറ്റവും വലിയ പൊതുമേഖലാ സ്ഥാപനമാണ് ഇന്ത്യൻ റെയിൽവേ. ഇന്ത്യൻ റെയിൽവേ ആണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ പൊതുമേഖലാ സ്ഥാപനം. ക്യാൻസർ അവയർനെസ് ദിനം. ക്യാൻസർ അവയർനെസ് ദിനം എന്നാണ് നവംബർ 7. നവംബർ 7 ക്യാൻസർ അവയർനെസ് ദിനം. കുടുംബശ്രീയുടെ തൊഴിലില്ലായ്മ നിർമ്മാർജ്ജന പരിപാടി. കുടുംബശ്രീയുടെ തൊഴിലില്ലായ്മ നിർമ്മാർജ്ജന പരിപാടിയാണ് കേരളശ്രീ. കേരളശ്രീയാണ് കുടുംബശ്രീയുടെ തൊഴിലില്ലായ്മ നിർമ്മാർജ്ജന പരിപാടി. സെൻട്രൽ പൊട്ടാറ്റോ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് എവിടെയാണ്? സെൻട്രൽ പൊട്ടാറ്റോ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് എവിടെയാണ്? ഷിംല. ഷിംലയിലാണ് സെൻട്രൽ പൊട്ടാറ്റോ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്നത്. സെൻട്രൽ റൈസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് എവിടെയാണ്? സെൻട്രൽ റൈസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് എവിടെയാണ്? കട്ടക്ക്. കട്ടക്കിലാണ് സെൻട്രൽ റൈസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്നത്. ഗുജറാത്തിൻ്റെ തലസ്ഥാനമായ ആസൂത്രിത നഗരം. ഗുജറാത്തിൻ്റെ തലസ്ഥാനമായ ആസൂത്രിത നഗരമാണ് ഗാന്ധിനഗർ. ഗാന്ധിനഗറാണ് ഗുജറാത്തിൻ്റെ തലസ്ഥാനമായ ആസൂത്രിത നഗരം. കർഷകർക്ക് സോയിൽ ഹെൽത്ത് കാർഡ് നൽകിയ ആദ്യ സംസ്ഥാനം. കർഷകർക്ക് സോയിൽ ഹെൽത്ത് കാർഡ് നൽകിയ ആദ്യ സംസ്ഥാനമാണ് പഞ്ചാബ്. പഞ്ചാബാണ് കർഷകർക്ക് സോയിൽ ഹെൽത്ത് കാർഡ് നൽകിയ ആദ്യ സംസ്ഥാനം. ഖിലാഫത്ത് പ്രസ്ഥാനം ആരംഭിച്ചത്. ഖിലാഫത്ത് പ്രസ്ഥാനം ആരംഭിച്ചത് അലി സഹോദരന്മാർ. അലി സഹോദരന്മാരായിരുന്നു ഖിലാഫത്ത് പ്രസ്ഥാനം ആരംഭിച്ചത്. ഹിരാക്കുഡ് അണക്കെട്ട് ഏത് നദിയിലാണ്? ഹിരാക്കുഡ് അണക്കെട്ട് ഏത് നദിയിലാണ്? മഹാനദി. മഹാനദിയിലാണ് ഹിരാക്കുഡ് അണക്കെട്ട് സ്ഥിതി ചെയ്യുന്നത്. ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ആസ്ഥാനം. ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ആസ്ഥാനം ഡെറാഡൂൺ. ഡെറാഡൂണിലാണ് ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ആസ്ഥാനം. ഭൂമിയിൽ നിന്ന് നോക്കുമ്പോൾ ചന്ദ്രോപരിതലത്തിൻ്റെ ഒരു ഭാഗമേ കാണാനാകൂ. ഏത് ബഹിരാകാശ വാഹനമാണ് ആദ്യമായി ചന്ദ്രൻ്റെ മറുഭാഗത്തിൻ്റെ ചിത്രമെടുത്തത്? ഭൂമിയിൽ നിന്ന് നോക്കുമ്പോൾ ചന്ദ്രോപരിതലത്തിൻ്റെ ഒരു ഭാഗമേ കാണാനാകൂ. ഏത് ബഹിരാകാശ വാഹനമാണ് ആദ്യമായി ചന്ദ്രൻ്റെ മറുഭാഗത്തിൻ്റെ ചിത്രമെടുത്തത്? ലൂണ 3. ലൂണ 3 എന്ന ബഹിരാകാശ വാഹനമാണ് ആദ്യമായി ചന്ദ്രൻ്റെ മറുഭാഗത്തിൻ്റെ ചിത്രമെടുത്തത്. ഇത്രയുമാണ് ചോദ്യങ്ങൾ. പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ.